ആരടാ ഈ കെട്ടിയിട്ടത്? ആ ചങ്ങല പൊട്ടിക്കാൻ പല വഴിയും നോക്കുന്നുണ്ട്. എന്തെങ്കിലും എടുത്ത് അങ്ങനെ രായിക്കൊണ്ടിരിക്കും. ബുദ്ധിസ്ഥിരതയില്ലല്ലോ. കൃഷ്ണ ഗുരുവായൂരപ്പ, ഒരു ദിവസം ചെന്ന് കണ്ടതേ ഉള്ളൂ. അപ്പൊ തോന്നിയത് സ്ഥിരബുദ്ധി തന്നെയാ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്തെന്ന. എനിക്ക് തോന്നാറുള്ളത് വേറൊന്നാ, ഓർമ്മശക്തി. ഞാനത് കുട്ടികളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ ചൊല്ല്. പക്ഷെ വിദ്യ നേടണമെങ്കിൽ ഓർമ്മശക്തി കൂടിയേ തീരും. അപ്പോൾ അതാ സർവധനാൽ പ്രധാനം. ശരിയാ. ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ചരിത്രം തന്നെ നഷ്ടപ്പെട്ടു എന്നാ. പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പോൾ വന്ന വഴികൾ മറക്കണതാ എല്ലാവരുടെയും ശീലം. പുതിയ ആൾക്കാരുടെ കാര്യമായിരിക്കും മാഷ് ഉദ്ദേശിക്കുന്നത്. വ്യക്തിയുടെ മറവിയെക്കുറിച്ചല്ല, ചരിത്രം തന്നെ മറക്കുന്ന സമൂഹത്തെക്കുറിച്ച്, പ്രസ്ഥാനത്തെക്കുറിച്ച്. വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടല. ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല മാഷയുടെ ഈ കമ്മ്യൂണിസം. അതിനിപ്പോൾ ആരാ കമ്മ്യൂണിസ്റ്റ്? ചരിത്രം പഠിപ്പിക്കുന്ന മാഷയുടെ ഓരോ തോന്നിവാസങ്ങൾ എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ടീച്ചർ പറഞ്ഞ കമ്മ്യൂണിസം ഉണ്ടല്ലോ, അതിൻ്റെ ആൾക്കാരാ വന്ന വഴി മറക്കണ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും മുമ്പിൽ. ഇതൊക്കെ ഇങ്ങനെ പറയുകയല്ലാതെ ഇനിയെങ്കിലും വല്ലതുമൊക്കെ എഴുതി കൂടെ മാഷൊക്കെ? ഇനിയിപ്പോൾ എന്തിനാ ടീച്ചർ എഴുത്തും വായനയൊക്കെ? ടീച്ചർക്ക് 3-4 ദിവസം, എനിക്ക് 4 മാസം. നമ്മളൊക്കെ റിട്ടയർഡ് ജീവികളാവാൻ പോവല്ലേ. ഇതിപ്പോൾ ഒരു പതിവായിരിക്കുക. എന്ത് പറഞ്ഞാലും ഒടുവിൽ റിട്ടയർമെന്റിൽ വന്ന് നിൽക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ അങ്ങോട്ട് നിർത്താം. നിർത്താതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ഞാനിങ്ങോട്ടും മാഷ് അങ്ങോട്ടും അല്ലേ? ശരി, ഓക്കെ. ഇതൊക്കെ ഞാൻ തന്നെ കൊണ്ടുവച്ചോളാം മോളെ. അതൊന്നും സാരമില്ല, അമ്മ വരൂ. ഇതൊന്നും വേണ്ട മോളെ, എനിക്ക് ചായ മാത്രം മതി. അമ്മേ, ഇന്ന് ഞാൻ അമ്മയോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്തു. നീ പിന്നെ അങ്ങനെയല്ലേ ചെയ്യാറുള്ളൂ. എല്ലാം അമ്മയോട് പറയും ചെയ്തു കഴിഞ്ഞിട്ട്. ദേ പക്ഷെ ഇവളങ്ങനെയല്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ. അമ്മയ്ക്ക് ഇത് മോളും ഞാൻ മരുമോനും അല്ലേ. പരിഭവമൊന്നും വേണ്ട, രണ്ടാളും മക്കള് തന്നെ. പ്രശ്നം തീർന്നല്ലോ. ആ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ മാതൃഭൂമി ലേഖകനില്ലേ, ആ സേതു, അവൻ്റെ കയ്യിൽ ഞാൻ അമ്മയുടെ ഒരു ഫോട്ടോ കൊടുത്തു. 30-ാം തീയതി പത്രത്തിൽ വരും അമ്മേ. സർവീസിൽ നിന്ന് വിരമിക്കുന്നു എന്ന കോളത്തിൽ താഴെ ഒരു കുറിപ്പും. 30 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സാവിത്രിയമ്മ പരേതനായ മുൻ തഹസിൽദാർ രാമൻ നായരുടെ ഭാര്യയാണ്. 1991 മികച്ച അധ്യാപികയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ടായിരുന്നു. എനിക്കിപ്പോൾ റിട്ടയർമെൻ്റ് ഒന്നും അല്ല പ്രശ്നം. ഊണിലും ഉറക്കത്തിലും ഒക്കെ ഒരു വിചാരേ ഉള്ളൂ, ദേ ഇതിനുള്ളിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണൻ. ഈശ്വര, രഘുവേട്ടനാണല്ലോ. രഘുവേട്ടാ നല്ലയാളാ, ഒന്ന് വിളിച്ചുവിടായിരുന്നോ? ലാസ്റ്റ് വണ്ടിക്കേ വരാൻ പറ്റുള്ളൂ. ഇവിടെ എത്തിയപ്പോ 3-3:30 മണിയായി കാണും. നിന്നെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. എന്നാലും ചേട്ടാ, അത് നിന്നെ കൊണ്ടൊന്നും എടുക്കാൻ പറ്റുകയല്ല. എന്തൊക്കെ ഐറ്റംസ് ആണെന്നറിയോ? അരിഷ്ടം, ലേഹ്യം, കുഴമ്പ്, പിന്നെ പിക്കിൾസിന്റെ പല വെറൈറ്റീസ്. മൊത്തം ഒരു 10-15 ബോട്ടിൽസ് കാണും. ഇതൊക്കെ പൊട്ടാണ്ടിങ് എത്തിക്കാൻ പെട്ട പാടേ. അതൊക്കെ പിന്നെ പറയാം. ഏട്ടനകത്തേക്ക് വരൂ. അന്തേട്ടാ ദേ രഘുവേട്ട. എത്തിയോ? അകത്തേക്ക് കയറുകയാണോ അതോ ഇപ്പൊ തന്നെ പോവുകയാണോ?
അതാണല്ലോ പതിവ്. ആ പതിവ് ഇത്തവണ തെറ്റിക്കും. ഒരു 2-3 ദിവസം അളിയനുമായിട്ട് അടിച്ചു പൊളിച്ചിട്ടേ ഞാൻ ഇത്തവണ പോകും. ഞാൻ ചായ എടുക്കാം. ആ, വന്നുടനെ പോണ പതിവ് മാത്രമല്ല, വേറൊന്നും കൂടി തെറ്റിക്കുന്നുണ്ട്. നീ കാര്യം പറ. സാധാരണ അമ്മയാകാൻ പോകുന്ന ആളിനാണല്ലോ വരുന്നവരെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത്. അച്ഛനാകാൻ പോകുന്ന ആളിന് കുച്ചിനഹിയും. അതാണല്ലോ പതിവ്. അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പട്ടാളവാ. മോനെന്താ വന്ന കാലിൽ തന്നെ ഇരിക്കേ. അമ്മേ, ഞാൻ എടുക്കാം. വേണ്ട, എന്നാലും ഒരെന്നാലും ഇല്ല. ഭാരമുള്ളതൊന്നും തൂക്കരുത് ആദ്യത്തെ 3 മാസം. ഒരു തരത്തിൽ പറഞ്ഞ അളിയന് ഭാഗ്യമുണ്ട്. ബാത്റൂമിൽ നിൽക്കുമ്പോൾ നിനക്ക് എന്ത് വെളിപാടാ ഉണ്ടായത്? അല്ല, അമ്മായി റിട്ടയർ ചെയ്യാറായപ്പോൾ കുഞ്ഞുണ്ടാകാൻ പോകുന്ന ഭാഗ്യം. ഇനിയിപ്പോ കൊച്ചിനെ നോക്കാൻ വേറെ ആളിനെ തേടി നടക്കണ്ടല്ലോ. അളിയൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എപ്പോഴും റിയാലിറ്റി വിശ്വസിക്കുന്ന ആളാ, അറിയാലോ. ജോലിക്ക് ആളെ നോക്കി കയറി ഇറങ്ങാത്ത ഏജൻസികളില്ല. നടന്നു കിടന്ന് ചെരുപ്പ് തേഞ്ഞു, ഇതൊക്കെയല്ലേ നീ പറയാൻ പോകുന്നത്? എന്താ ആ പറഞ്ഞ കാര്യമില്ലേ? സത്യത്തില് ഇന്നാണ് എൻ്റെ മനസ്സ് നിറഞ്ഞത്. അളിയനെയും ഇതുപോലൊരു അമ്മായിയും കിട്ടിയത് അവളുടെ ഭാഗ്യം തന്നെയാണ്. ഓഹോ, നീ എന്നോട് ഓഫീസിൽ വരുന്നുണ്ടോ? അതോ പിന്നെ ഇവിടെ കുത്തിരുന്ന് TV കാണാനോ? ഞാനും വരുന്നു. എന്നാ വേറെ റെഡിയാവും. മോളെ, മോളെ, ഇതെവിടെ പോയി? മോളെ, മോളെ. യോ, ഗ്യാസ് ഓൺ ചെയ്തിട്ടിരിക്കുന്നോ? മണം വരുന്നല്ലോ. മോളെ, അയ്യോ, ദേ നോക്ക്. ശോ, പാല് മുഴുവൻ പോയല്ലോ. മോളെ, ഉഷേ, ഉഷേ, ഉഷേ. അയ്യോ, എന്റെ ഗുരുവായൂരപ്പാ. മോളെ ഉഷേ, ഉഷേ, മോളെ. എബോഷനുള്ള സാധ്യതയാണ് കാണുന്നത്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ മോർ ടൈം. അതുവരെ വെയിറ്റ് ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല. ഇതൊന്ന് പിടിച്ചേ. ആ മോളെ, പതുക്കെ ഇറങ്ങ. പതുക്കെ. പതുക്കെ. നല്ലൊരു യാത്രയയപ്പ് ചടങ്ങ് നടത്താൻ പറ്റാത്തതിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. സാരമില്ല, ഫെയർവെൽ ഫംഗ്ഷൻ ഒന്നും വേണ്ടാന്ന് ഞാൻ തന്നെയല്ലേ പറഞ്ഞത്. എന്താ ഏതാന്നൊന്നും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലാ ഇപ്പോഴും മോള്. ഒരുപാടൊക്കെ ആശിച്ചു പോയിരുന്നു.
അതിലും വലിയ സങ്കടമല്ലേ പിരിഞ്ഞു പോക്ക്. സ്കൂളിൽ നിന്ന് പോയാലും ടീച്ചറെ ആരും മറക്കില്ല ടീച്ചറെ. എന്നാലും ഇന്ന് രാവിലെ ഞാനൊരു കാര്യം ചെയ്തു. നനച്ച ചോക്ക് കൊണ്ട് ടീച്ചറുടെ പേര് ഞാൻ ഉത്തരത്തിന്മേൽ എഴുതിയിട്ടു. ദേ കണ്ടോ? എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ? ടീച്ചറുടെ മുമ്പിൽ ഞാനിപ്പോഴും കുട്ടിയാ. ടീച്ചർ പറഞ്ഞോണ്ട് നമ്മളായിട്ട് ഉപഹാരമൊന്നും തരണ്ടെന്ന് വിചാരിച്ചതാ. ഇത് കഴിഞ്ഞ ആഴ്ചയെ 10Bയിലെ കുട്ടികൾ വാങ്ങി വെച്ചിരുന്നതാ ടീച്ചർക്ക് തരാനായിട്ട്. പോയിട്ട് വരാം. പോയിട്ട് വരാം. ടീച്ചർ, ആ, ഇത് ടീച്ചറുടെയാ. കുറെ കാലം എൻ്റെ ഇരിക്കുകയായിരുന്നു. എന്നാ ഞാൻ ശരി. ഞങ്ങളും കൂടെ വരാം. ഒരു ടാക്സി ഏർപ്പാടാക്കിയിട്ടുണ്ട്. വേണ്ട, ഞാൻ നടന്നു തന്നെ പൊക്കോളാം. 10-30 കൊല്ലമായിട്ട് നടക്കുന്ന വഴിയെ അവസാനത്തെ നടത്തം. അതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെയാ. വരട്ടെ. എന്തായാലും നമ്മുടെ അമ്പലത്തിലും ഒരു കൊടിമരം ഉയർന്നു നിൽക്കുന്ന കാണാനായല്ലോ. ഇതിപ്പോ ഇവിടുത്തെ കൊടിമരം അമ്മ ആദ്യം കാണുന്ന മട്ടിലാണല്ലോ പറയണത്. പിന്നെ അയ്യോ അമ്മേ, വർഷം കുറെ ആയില്ലേ കൊടിമരം വന്നിട്ട്. അതിനുശേഷം നമ്മൾ എത്രയോ തവണ അമ്പലത്തിൽ പോയിട്ടുള്ളതല്ലേ? ആണോ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ശരിക്കും? എങ്ങനെ ഓർമ്മിക്കാനാ? 2-3 ദിവസം മുമ്പ് വരെ അമ്മയുടെ മനസ്സിൽ സ്കൂളും കുട്ടികളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ, കുട്ടികളൊക്കെ പോയല്ലേ? പോകാതെ എന്ത് ചെയ്യാനാ? കാറ്റും വെളിച്ചവും കിടക്കുന്ന വീടായതുകൊണ്ട് ഇങ്ങനെ അതിലെ ഇതിലെയൊക്കെ ഞാനങ്ങ് നടക്കും. പിന്നെ കുറച്ചെന്തെങ്കിലും വായിക്കും. അക്കാര്യത്തിൽ ടീച്ചറെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പുരാണങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്തിരിക്കുക. മാഷിന്റെ താല്പര്യം വേറെ വഴിക്കാണല്ലോ. വേറെ ഒരു വഴിയല്ല, പല വഴികൾ. ഓരോ തരം പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഓരോരോ സ്വപ്നങ്ങളാവും മനസ്സിൽ. ലെനിൻ്റെ റഷ്യ, ഗാന്ധിയുടെ ഭാരതം, മാവോയുടെ ചൈന. ഞാനിപ്പോൾ എന്തിനാ ഇതൊക്കെ ടീച്ചറോട് പറയണേ? ടീച്ചർ പോയ വഴി തന്നെ ശരിയെന്ന് തോന്നി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലമായി. ടീച്ചറോട് തുറന്നു പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ഭഗവത്ഗീത ഏതാണ്ട് ഹൃദിസ്ഥമാണിപ്പോൾ. മാഷിനോ? എന്താ വിശ്വാസം വരണില്ലേ? അതുകൊണ്ടിപ്പോ വേണ്ടാത്ത സ്വപ്നങ്ങളൊന്നുമില്ല. യാഥാർത്ഥ്യത്തെ ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയണു. സംഭാരം കുറച്ചുകൂടി ഒഴിക്കട്ടെ? ഞാൻ എടുത്തോളാം. ഒക്കെ
ഒറ്റയ്ക്ക് വിളമ്പി കഴിക്കുന്നതാണ് ഇഷ്ടം. അതാണല്ലോ വർഷങ്ങളായിട്ടുള്ള ശീലവും. അതിപ്പോ എനിക്കും ശീലിക്കേണ്ടി വന്നിരിക്കുക. ടീച്ചർക്കത് വേണ്ടി വരില്ല, എനിക്ക് ഉറപ്പുണ്ട്. കൂടെ മകൻ, പിന്നെ മോളെ പോലൊരു മരുമോളും. സുഹൃതം ചെയ്തവർക്ക് അതൊക്കെ വിധിച്ചിട്ടുള്ളൂ. ഒക്കെ ഈശ്വരകാരുണ്യം. ഒറ്റത്തടിയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചതിന്റെ നിരാശ കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? എന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? അല്ല, എനിക്കൊരു സംശയം, അവിടെ ചോദിച്ചതാ. ഏയ്, മാഷക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉറപ്പിക്കണ്ട. ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. കണ്ടോ കണ്ടോ, എന്ത് പറഞ്ഞാലും നമ്മളെ ഒടുവിൽ റിട്ടയർമെന്റിൽ എത്തും. എന്ന് വെച്ചാൽ വഴിപിരിയാൻ കാലമായി ഇന്ന്. അയ്യോ, ഊണ് കഴിച്ചിട്ട് പോവാം ഏയ്, മാഷേ. ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങാം. മാഷേ, ഉം. വേറൊന്നും തോന്നരുത്. എനിക്ക് മാഷയുടെ പേരങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. ആ. ഇതാ നമ്മൾ മാഷന്മാരുടെ കുഴപ്പം. ബാക്കിയൊക്കെ ഓർക്കും, എന്നാലും പേര് മറക്കും. വെറുതെ അല്ല, ഈ ലോകത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പേരുകൾ കടന്നു പോകുന്നത് മാഷന്മാരുടെ മനസ്സിലൂടെയാ. അതുകൊണ്ട് ചിലപ്പോ കുറച്ചു ദിവസം കഴിയുമ്പോ ഞാനും ടീച്ചറോട് ചോദിച്ചെന്നിരിക്കും പേരെന്താന്ന്. എന്നാലും പേര് രാഘവൻ മാഷ്. ആ, ഇനി കാണുമ്പോ രാമായണം നോർത്താ മതി. ശ്രീരാമ രാമ രഘുരാമ രാഘവ. എത്ര വട്ടമാ എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് രാഘവൻ. ഓഫീസിനടുത്ത ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാനും നമ്മെ കണ്ടു. അവിടെ എന്തിന്? ട്രഷറിയിലേക്ക് പോകാൻ ഇറങ്ങിയതാ. കിഴക്കോട്ട് പോണതിന് പകരം പടിഞ്ഞാറോട്ടുള്ള ബസ്സിൽ കയറി. സ്ഥലം പറയാതെ ടിക്കറ്റിനുള്ള കാശും കൊടുത്തു. അമ്മയ്ക്ക് അങ്ങനെ ഒരു ഓർമ്മ പിശക് വരാൻ അതിനിപ്പോൾ പുതിയ കാരണം വല്ലതും വേണോ? വയസ്സ് 55 കഴിഞ്ഞില്ലേ? ഇതൊക്കെ കൊണ്ടാ റിട്ടയർമെന്റ് പ്രായം 60 ആക്കണമെന്ന് വാദിക്കുന്നവരോട് ഞാൻ തെറ്റുന്നത്. അതുകളാ, നീ കാര്യം പറ. അമ്മായിയെ ഞാൻ തന്നെ അവിടുന്ന് ട്രഷറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പെൻഷനും ഒക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാക്കുകയും ചെയ്തു. ഏതായാലും നീ അമ്മയെ കണ്ടത് നന്നായി. ഇതിപ്പോ വലിയ കാര്യമാക്കേണ്ടതില്ല. അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. നമുക്കും പറ്റാറില്ല ചില അബദ്ധങ്ങള്. ശരിയെന്നെ. എന്നാലും ഇനിയിപ്പോൾ അമ്മയെ ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും വിടണ്ട. ആ കാര്യത്തിൽ സംശയമില്ല. പിന്നെ പെൻഷൻ വീട്ടിലേക്ക് പോസ്റ്റിൽ അയക്കാനുള്ള ഏർപ്പാടും ചെയ്യണം. അതൊക്കെ എളുപ്പമാ. പക്ഷേ പകലിലേക്ക് ഒരാളെ കിട്ടുന്ന കാര്യമാ. അത് അമ്മയൊട്ട് സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നില്ല. എന്നാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെത്തണം. ഞാനും പറഞ്ഞിട്ടുണ്ട് പലരോടും. ആ, നോക്കാം. പൊടി പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെയാ ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാറുള്ളതാ. അറിയാം. ആ മോളെ, ഇന്നല്ലേ പെൻഷൻ വാങ്ങിക്കാൻ പോകേണ്ടത്? ഇന്നലെ വാങ്ങിയല്ലോ. അമ്മ തന്നെയല്ലേ പോയത്? ഓ, എൻ്റെ ഒരു മറവി. ആ, പിന്നെ ചന്ദന കളർ ബ്ലൗസ് ഉണ്ടല്ലോ. ഉണ്ടല്ലോ. എന്താ അമ്മേ? ഇന്നലെ ഞാൻ വാങ്ങിച്ചെന്ന സാരിയില്ലേ, അതിനതാ ചേരുന്നേ. ബ്ലൗസ് ഉള്ളത് കൊണ്ട് ഇന്ന് അത് തന്നെ എടുത്തോണ്ട് പോയാൽ മതി ഓഫീസിൽ. ശരി അമ്മേ. 1 2 3 4 5 6 7. എന്നുള്ളിൽ നിന്ന് വന്നു പരിതാപവും അഗ്രജൻ മായാവേ തൻ മഹാസുരൻ. ടീച്ചറെ, അങ്ങനെ ടീച്ചറെ വീട്ടിൽ മാസാമാസം വരാന്നായി. ഇതാ ടീച്ചറെ നല്ലത്. ആരാ? ആ, ടീച്ചറിന്റെ ഒരു തമാശ. ഈ പോസ്റ്റ്മാനെ ടീച്ചർക്ക് അറിയില്ലേ? കത്ത് വല്ലതും ഉണ്ടോ? കത്തോ? ഐശ്വര്യമായിട്ട് ടീച്ചർക്ക് 4 കാശ് തരാനല്ലേ ഞാൻ വന്നത്. ആരാ മണി ഓർഡർ അയച്ചത്? കേരള സർക്കാർ. എന്റെ ടീച്ചറെ, ടീച്ചറുടെ പെൻഷൻ കാശും കൊണ്ടല്ലേ ഞാൻ വന്നത്. ദാ ഇതിലൊന്ന് ഒപ്പിട്ടെ. ആ,
താഴെ. ദാ താഴെ താഴെ ഇട്ടാ മതി. ആ ദാ ദാ ടീച്ചറെ. ആ ആ ടീച്ചറെ, ഞാൻ ഇറങ്ങട്ടെ? ടീച്ചറെ, ഞാനങ്ങോട്ട്. ടീച്ചറെ, ഞാനങ്ങോട്ട്. ശരി. തോന്നിവാസം കാണിക്കുന്നതിനൊരു അതിര് വേണ്ടേ? എന്താ അമ്മേ? അമ്മ എന്തു പറ്റി? ഇനി എന്ത് പറ്റാൻ? അമ്മേ തൊട്ടു പോരുത്. വേണ്ടാത്തൊക്കെ ചെയ്തിട്ട് ആരാന്ന് വെച്ചാ സത്യം പറഞ്ഞോണം. കണ്ടില്ലേ ഏതോ 2 ചെരുപ്പുകള്. എന്നിട്ടത് കൊണ്ടുവച്ചതോ രാമേട്ടന്റെ പടത്തിന്റെ മുമ്പില്. എന്താ ചെരുപ്പഴിച്ചു വയ്ക്കാനുള്ള സ്റ്റാൻഡാണോ അത്? ആരാ അത് ചെയ്തതെന്ന് ഇപ്പൊ പറയണം. അതാ നല്ലത്. ചെരുപ്പ് വെക്കാൻ കണ്ട ഒരു സ്ഥലം. അയ്യോ അമ്മേ, ഏയ് വാ വിടറി. വാ വിടാൻ. വാ അമ്മേ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ചിത്തഭ്രമത്തിൻ്റെയോ മറ്റ് മാനസിക രോഗത്തിൻ്റെയോ സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല. പക്ഷേ മറവി അതിൻ്റെ മൂർധന്യത്തിലെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു അൽഷിമേഴ്സ് പേഷ്യൻറ്റിനോളം. അനന്തൻ എന്തായാലും ഒരു കാര്യം ചെയ്യൂ. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ അലക്സാണ്ടറെ ഒന്ന് കാണിച്ചേക്ക്. ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞേക്കാം. സാവിത്രി ടീച്ചർ അൽഷിമേഴ്സ് രോഗബാധിതയെന്ന് സ്ഥിരീകരിക്കപ്പെട്ട 476-ാമത്തെ പേഷ്യൻ്റ്. അൽഷിമേഴ്സ് മസ്തിഷ്കത്തിലെ ഓർമ്മഞരമ്പുകൾ മരവിച്ചു പോകുന്ന മഹാരോഗം. അമേരിക്കയെ നടുക്കിയ തീരാവ്യാധി. 60 വയസ്സ് കഴിഞ്ഞ 5% US പൗരന്മാർ ഈ രോഗത്തിന്റെ പിടിയിലാണിന്ന്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ അടക്കം അതിന്റെ പിടിയിൽ അമർന്നു പോയിട്ടുണ്ട്. പൂർണ്ണമായ ഓർമ്മനഷ്ടം, അതാണ് മുഖ്യ ലക്ഷണം. വൈദ്യശാസ്ത്രത്തിൽ കൃത്യമായ പ്രതിവിധികളൊന്നുമില്ല. ഉള്ളത് അൾട്ടിമേറ്റ് കെയർ മാത്രം. അതുകൊണ്ട് മെഡിക്കൽ ലിറ്ററേച്ചറിൽ പറഞ്ഞു കണ്ടിട്ടുള്ളത് ഇതാണ്: അൽഷിമേഴ്സ് രോഗിക്ക് ഡോക്ടറെക്കാൾ ആവശ്യം കെയർ ഗീവറാണ്. അമ്മേ അമ്മേ, അയ്യോ അമ്മേ, ദേ മഴ പെയ്യുന്ന കണ്ടില്ലേ? വാ. ഇങ്ങനെ മിണ്ടാതിരുന്നാ പോരാ. എന്താ തീരുമാനം? അതിപ്പോ ഇല്ല, പെങ്ങളെ ഹോം നഴ്സായിട്ട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല.
2 മാസമായി ഉഷ ഓഫീസിൽ പോയിട്ടൊന്ന് നേരാ. അതിന് പക്ഷെ രഘു പറയുന്ന അർത്ഥമൊന്നുമില്ല. വല്ലാത്തൊരവസ്ഥയിലാണമ്മ. ഇപ്പൊ ഇവിടെ ഉഷയില്ലാതെ പറ്റില്ല. പറ്റണം. ഇപ്പം 3 മാസത്തെ ലീവ്, പിന്നെ ഒരു 6 മാസം, അതിങ്ങനെ നീളും. അളിയൻ അറിയില്ലേ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അവൾക്ക് കിട്ടിയില്ല. ഓഫീസും ജോലിയൊക്കെ ഉള്ളൂ അവൾക്ക് ഇത്തിരി ആശ്വാസം. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോ നിസ്സഹായനാണ്. രഘുവും ഈ അസുഖത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരു തരത്തിൽ നോക്കിയാൽ ഇതത്ര വലിയ അസുഖമൊന്നുമല്ല, മറവി അത്രയല്ലേ ഉള്ളൂ. പലതും മറക്കാൻ വേണ്ടി ഓരോ മനുഷ്യർ എന്തൊക്കെ പാടാപ്പെടുന്നത്. ആളുകൾ ബാറിലും കള്ളുഷാപ്പിലും ഒക്കെ ചെലവാക്കുന്ന ലക്ഷങ്ങളധികവും മറക്കാൻ വേണ്ടി തന്നെയാ. രഘു, ചൂടാവണ്ട, ഇപ്പം ഞാൻ ഇറങ്ങുക. ഒരു കാര്യം മാത്രം, പെങ്ങളെ എത്രയും പെട്ടെന്ന് ജോലിക്ക് അയക്കണം. ഏട്ടാ, ഏട്ടൻ എന്തായി പറഞ്ഞത്? നമ്മുടെ അമ്മയ്ക്കാണ് ഇത് വന്നിരുന്നെങ്കിലോ? സോറി അനന്തേട്ടാ, ഏട്ടൻ പറഞ്ഞതൊന്നും കൂട്ടാക്കണ്ട. അമ്മേ, അമ്മ ഇപ്പൊ എന്തിനാ വെള്ളം കോരാൻ പോയത്? മോട്ടർ ഉള്ളതല്ലേ? ആണോ? ഛേ, ആകെ നനഞ്ഞല്ലോ. വാ. കഴിക്ക് അമ്മേ, കഴിക്ക്. കഴിക്കമ്മേ. ആ അമ്മ കഴിക്ക്. ദാ കഴിക്കമ്മേ, കഴിക്കമ്മേ. വാ തുറന്നേ. ആ കഴിക്ക്. ആ ആ വാ തുറക്കമ്മേ. അമ്മേ കഴിക്ക്. ആ ആ കഴിക്ക്. ആ ആ അടയ്ക്ക്, അടയ്ക്കമ്മേ. കഴിക്ക്, 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 കഴിക്കമ്മേ. ആ ആ ആ കഴിക്ക്. ആ കഴിക്കമ്മേ, കഴിക്ക്. അമ്മ ഉറങ്ങിയോ? ഉറങ്ങി. ഇന്ന് പക്ഷെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ ഞാനിന്ന് വീടൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കിണറ്റുകരെ ചെന്ന് വെറുതെ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ തന്നെ തുടരും അല്ലേ? അതുമാത്രമല്ല അനന്തേട്ടാ, ഇപ്പൊ അമ്മയ്ക്ക് മുറികൾ പോലും നിശ്ചയമില്ല. ഞാൻ പിന്നെ അത് പറയാതിരുന്നതാ. ബാത്റൂമാണെന്ന് കരുതി ഒരു ദിവസം അടുക്കള മുഴുവൻ വൃത്തികേടാക്കി. ഇന്ന് സ്റ്റോർ റൂമിലും. ഇങ്ങനെ പോയാൽ
ഓർമ്മയില്ലാത്തോണ്ടല്ലേ? സാരമില്ല. അന്തേട്ടനറിയോ, അമ്മ ഇപ്പോൾ ശരിക്കും ഒരു കുഞ്ഞിനെ പോലെ, ഒരു കൈക്കുഞ്ഞ്. സത്യത്തിൽ കുഞ്ഞിനെ പരിചരിക്കുന്ന ഒരു അമ്മയുടെ നിർവൃതിയാ ഇപ്പൊ എനിക്ക്. അങ്ങനെ പറയരുത്. അനുഭവിക്കുന്ന വേദനകൾ എന്നോടെങ്കിലും പങ്കുവയ്ക്കാനുള്ള സ്വകാര്യ നിമിഷങ്ങൾ പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിനക്കെന്ന് എനിക്കറിയാം. എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഒരിക്കലും അങ്ങനെ തോന്നിപ്പിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. അടുത്ത മാസം മുതൽ നീ ഓഫീസിൽ പോകണം. ഇതുപോലെ അസുഖമുള്ള ഒരാളെ നോക്കാൻ നിന്നിരുന്ന ഒരു സ്ത്രീയുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ച അവരോട് എത്തിക്കാമെന്ന ഡോക്ടർ അലക്സാണ്ടർ ക്ലിനിക്കിലെ ഒരാൾ എന്നോട് പറഞ്ഞത്. ആ സ്ത്രീ നോക്കിക്കൊണ്ടിരുന്നതും ഏതാണ്ട് നമ്മുടെ അമ്മയുടെ പ്രായമുള്ള ഒരാളെയായിരുന്നു. അവർ മരിച്ചുപോയി. മൈൽഡായ ഒരു അറ്റാക്കായിരുന്നു. അൽഷിമേഴ്സ് രോഗികൾക്ക് പക്ഷേ അത് മതിയത്രേ. അനന്തേട്ടാ, നീ ചെല്ല. അമ്മ ഇടയ്ക്കെങ്ങാനും. ഞാൻ പോവാ. ആ പിന്നെ അനന്തേട്ടാ, തൃപ്രങ്ങോട്ട് അമ്പലത്തിൽ അമ്മയുടെ എല്ലാ ജന്മനാളുകളിലും മൃത്യുഞ്ജയ ഹോമം ഒന്ന് ഏർപ്പാടാക്കണം. മാർക്കണ്ഡേയനെ മൃത്യുഞ്ജയനാക്കിയ മഹാദേവ മൂർത്തിയ തൃപ്രങ്ങോട്ടപ്പൻ. അവിടെ പ്രാർത്ഥിച്ചാൽ ആയുസ്സിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാം. കണ്ണട വെക്കാണ്ട് എങ്ങനെയാ അമ്മേ? എന്താ അമ്മയ്ക്ക് വായിക്കാൻ പറ്റുന്നില്ലേ? അമ്മേ, ദേ രാഘവ മാഷിന്റെ പടം. മാഷ് റിട്ടയർ ചെയ്തു. ഏത് രാഘവ മാഷ? അമ്മയുടെ സ്കൂളിലെ ഹിസ്റ്ററി മാഷല്ലേ? ആണോ? ഇയാളാരാ? അമ്മേ, അത് അനന്തേട്ടൻ. എന്താ നിനക്ക് ഇയാളുമായിട്ട്? ഓരോ ആണുങ്ങളെ വീട്ടിൽ വിളിച്ചു കയറ്റുന്നോ? ചീത്ത സ്വഭാവം കുട്ടിക്കും തുടങ്ങിയോ? കൊള്ളാവുന്ന ഒരാളാണെന്നാ ഞാൻ വിചാരിച്ചേ. അമ്മേ, അകത്ത് പോയി കിടക്കാം. വരൂ വരൂ. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ! ടീച്ചർ. എന്നെ കൊല്ലാൻ വരുന്നു! എന്നെ കൊല്ലാൻ വരുന്നു! ഓടി വാ! ഓടി വാ! എന്നെ കൊല്ലാൻ വരുന്നു! അമ്മേ, ഇത് നമ്മുടെ മാഷ, രാഘവ മാഷ്. ആ, രാഘവ മാഷ. ചിലപ്പോ ആരെയും തിരിച്ചറിയില്ല അമ്മ. എന്നെ കണ്ടാ കൂടി ഇങ്ങനെ നിലവിളിക്കും. ആശ്വസിപ്പിച്ചിരുത്തിയാ പിന്നെ കുറെ നേരം ഇങ്ങനെ ഇരിക്കും. അതാ പതിവ്. മാഷി ഇരിക്കൂ. റിട്ടയർ ചെയ്തോന്ന് പത്രത്തിൽ കണ്ടു. മോളെ, ഒന്നും തോന്നരുത്. ഇരിക്കുന്നില്ല. ടീച്ചറെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യാത്തോണ്ടാ. ഒരാശ്വാസമുള്ളത് നിഴല് പോലെ ടീച്ചറോടൊപ്പം മോളുണ്ടല്ലോ എന്നുള്ളതാ. എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനത്തെ രോഗം വന്നാലുള്ള സ്ഥിതിയൊന്നും
മോളുള്ളത് കൊണ്ട് ടീച്ചർക്കുണ്ടാവില്ല എന്ന് ഉറപ്പുണ്ട്. 30 കൊല്ലമായി ഉപയോഗിച്ചിരുന്ന വാടക മുറി വിട്ടു. വസുധൈവ കുടുംബകം എന്ന് കൂട്ടി കേട്ടിട്ടില്ലേ? ഇനി അതാ, ലോകം തന്നെ കുടുംബം എന്ന് വെച്ചാൽ സ്വസ്ഥം, തീർത്ഥാടനം. മാഷേ, ആദ്യം പഞ്ചഭൂത ക്ഷേത്രങ്ങൾ, പിന്നെ പറ്റിയാൽ കേദാരനാഥം. പ്രാർത്ഥിച്ച് നേടാനായി എനിക്കൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഇപ്പോൾ നൊന്ത് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ദൈവങ്ങളോട് ആവശ്യപ്പെടാനും ഒരു കാര്യമുണ്ട്. എടുത്ത ജീവൻ മടക്കിത്തരാൻ മാത്രമേ ഈശ്വരന്മാർക്ക് പറ്റാതുള്ളൂ. ദൈവങ്ങൾ കഴിഞ്ഞാൽ ടീച്ചർക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും. അപ്പോൾ ടീച്ചറോട് പറയണം, രാഘവൻ മാസ്റ്റർ നടന്ന് ഒടുവിൽ നേരായ വഴിക്കെത്തിയെന്ന്. ഉഷേ, ആ എന്താണ് ചേട്ടാ? വെറുതെ അമ്മ എന്ത് ചെയ്യുന്നു? ഉറക്ക. ഇടയ്ക്ക് അനന്തേട്ടനെ അന്വേഷിച്ചു. പഴയ ചില കാര്യങ്ങളൊക്കെ അമ്മ ഓർപ്പിച്ചു പറഞ്ഞു. അച്ഛനുമായിട്ട് പണ്ട് തിരുച്ചെന്തൂരിൽ പോയതൊക്കെ. ആ, ഞാൻ വരാൻ അല്പം വൈകും. ആ ശരി. അമ്മേ, 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 അമ്മേ. രഘുവേട്ടാ, അമ്മ ഇപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എന്നാ നമുക്ക് പോവാം. വേണ്ട, ഡോക്ടർ വരട്ടെ. കിടക്ക്. ഒന്നും പേടിക്കണ്ട, എല്ലായിടവും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായാലും നമുക്ക് കണ്ടുപിടിക്കാം. ശരി സാർ. എന്താ ഞാനെന്താ? അന്വേഷണങ്ങൾ പല വഴിക്കും നടത്തുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. എന്തിനാ അമ്മ ഇങ്ങനെ? ടീച്ചറെ, സാവിത്രി ടീച്ചറല്ലേ?
നിങ്ങളാരാ? ഞാൻ മധുശങ്കർ. ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. എന്നെ ഒന്ന് വീട് വരെ വിടുവോ? അയ്യോ, അതിനെന്താ, വരൂ. ടീച്ചറുടെ വീട് എവിടാ? വീടോ? ടീച്ചർ വരൂ. ആരാ മോനെ? പറയാം. ഇത് സാവിത്രി ടീച്ചർ. എന്താണെന്നറിയില്ല, റോഡിൽ ഒരിടത്ത് ഇങ്ങനെ തളർന്നിരിക്കണ കണ്ടു. വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ വീട് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന്. ഞാനപ്പോൾ ഇങ്ങു കൂട്ടി. എന്താ ഏതാന്നൊന്നും അറിയാതെ? ശരിയാണ്. എന്തായാലും ഈ രാത്രി ഇവിടെ നിൽക്കട്ടെ, നമുക്ക് രാവിലെ അന്വേഷിക്കാം. ഏട്ടാ, ഇവർക്ക് വല്ല ഭ്രാന്തമാണെങ്കിൽ? ആണെങ്കിലെന്താ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് വയ്യാതായാലും ഇവളിങ്ങനെ എന്നെ പറയും. നിന്റെ നാക്കാ കുഴപ്പം. കെട്ടിച്ചു വിട്ടിട്ടെന്താ, അവിടെ അടങ്ങി നിൽക്കില്ലല്ലോ. നീ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുഷിഞ്ഞ വേഷമൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്ക്. ഇവരാരാന്നറിയോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ടൗണിലേക്ക് മാറുമ്പോൾ TC വാങ്ങാൻ ഞാനല്ലേ ടീച്ചറുടെ സ്കൂളിൽ പോയത്. അന്ന് ടീച്ചർ ഒരു കാര്യം പറഞ്ഞു. മോൻ നന്നായി എഴുതും, അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്കണമെന്ന്. അക്ഷരം പ്രതി പാലിച്ചു ഞാനത്. അതുകൊണ്ടാ ഇവൻ ഇന്നീ നിലയിലായത്. വരൂ. കാറിലിരുന്ന് ഞാൻ പലതും ചോദിച്ചു. ഒന്നും ടീച്ചർക്ക് ഓർമ്മയില്ല. ഒന്നുകിൽ മാനസിക രോഗം, അല്ലെങ്കിൽ പുതിയൊരു അസുഖമുണ്ടല്ലോ. എന്താ അതിൻ്റെ പേര്? ഈയിടെയാണല്ലോ പ്രസിഡന്റ് റീഗൻ മരിച്ചത്. അയാൾക്കതായിരുന്നു. ടീച്ചർക്ക് അതൊന്നും ആയിരിക്കില്ല. ചിറകറ്റ മേഘത്തെ മടിയിലുറക്കിയൻ മുറിവിൽ ഞാൻ കണ്ണീർ പുരട്ടിടുമ്പോൾ തളരുന്ന സൂര്യൻ്റെ തെളിനീരരുവിയിൽ കുളി കഴിഞ്ഞെത്തുവോൾ എൻ്റെ അമ്മ. മധുരമാം ബാല്യ സ്മൃതികൾ തൻ മൺകുടം നറുപാൽ ചുരത്തും വയൽവരമ്പിൽ വിരൽ പിടിച്ചെന്നെ നടത്തിക്കുവാൻ വന്ന വിധിയുടെ പ്രതിരൂപമല്ലയോ നീ? വിധിയുടെ പ്രതിരൂപമല്ലയോ നീ?
മധു ദേ നോക്ക്. വരൂ, ഇരിക്കൂ. എൻ്റെ പേര് മധുശങ്കർ. NSS കോളേജിൽ അറിയാം, ഞാൻ ഇച്ചിരി വായിക്കുന്ന കൂട്ടത്തിലാ. അമ്മ ടീച്ചർ ബാത്റൂമിലാ. എൻ്റെ അമ്മയുണ്ട് കൂടെ. ഇപ്പോൾ വരും. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ. ഇന്നലെ രാത്രി വഴി വെച്ചാ കണ്ടത്. വീട്ടിലൊന്ന് ആക്കോന്ന് ചോദിച്ചു. പക്ഷേ വീട് സ്ഥലമൊന്നും ടീച്ചർക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ കൊല്ലാൻ വരുന്നു. അയ്യോ. എന്റെ ഈ വേഷം കണ്ടിട്ടായിരിക്കും. ഞാൻ പുറത്തു നിൽക്കാം. അമ്മേ, ഇതാരാ മോനെ? ചേട്ടൻ വിഷമിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഇന്ന് എന്നെ അമ്മയെ വീട്ടിൽ കൊണ്ടാക്കാം. ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞതല്ലേ. നീ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല ഉണ്ടായിരുന്നുള്ളൂ. അനന്തേട്ടാ, പോലീസും പട്ടാളം ഒന്നും വേണ്ട. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഉഷേ, ഞാൻ ചെന്ന് വിളിച്ച അമ്മ വരും. ആ മധു എന്തായാലും ഇവിടെ കൊണ്ട് എത്തിക്കാന്നാ പറഞ്ഞത്. നമ്മളവിടെ ചെന്ന് ഇനി വീണ്ടും പ്രശ്നം ഉണ്ടാക്കണോ? ഒന്നും ഉണ്ടാവില്ല. ഞാനല്ലേ പറയുന്നത്. അനന്തേട്ടൻ വാ, വണ്ടി എടുക്ക്, നടക്ക്. ആ വരൂ, അകത്തേക്ക് വരൂ. ഉഷ ചെല്ല, ഞാനിവിടെ നിൽക്കാം. വരൂ. വരൂ. അമ്മേ, മോളെ, എന്റെ കണ്ണട എവിടെയാ? ഞാൻ എടുത്തു തരാം. അമ്മ വരൂ. വരൂ അമ്മേ. പതുക്കെ. കേറിയിരിക്കും അമ്മേ. നീ ഇരിക്ക. എന്താ അമ്മയെ നിർത്താൻ പറഞ്ഞത്? എനിക്കൊന്നും നടക്കണം. ഉം